സങ്കീർത്തനങ്ങൾ അധ്യായം 59. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. ദൈവമേ, എൻ്റെ ശത്രുക്കളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എനിക്കെതിരായി നിൽക്കുന്നവരിൽ നിന്ന് എന്നെ ഉയർത്തണമേ. ദുഷ്കർമ്മികളിൽ നിന്ന് എന്നെ രക്ഷിച്ച് രക്തം ചിന്തുന്ന മനുഷ്യരിൽ നിന്ന് എന്നെ വിടിവയ്ക്കണമേ. എന്തെന്നാൽ അവർ എൻ്റെ പ്രാണനായി പതിയിരുന്നു, എൻ്റെ മേൽ അവരുടെ തിന്മ വർദ്ധിപ്പിച്ചു. എൻ്റെ കർത്താവേ, എൻ്റെ അകൃത്യം നിമിത്തമല്ല, പാപം നിമിത്തവുമല്ല, അകൃത്യമില്ലാതെ അവർ എനിക്ക് വിരോധമായി ഓടി വന്ന് കൂട്ടം കൂടി. നീ ഉണർന്നു കാണണമേ. ബലവാനായ ദൈവം തമ്പുരാനെ, ഇസ്രായേലിന്റെ ദൈവമേ, ഉണർന്ന സകല ജാതികളെയും സന്ദർശിക്കണമേ. അനീതിക്കാരായ ഓരോരുത്തരോടും നീ ക്ഷമിക്കരുതേ. അവർ സന്ധ്യാസമയത്ത് തിരിച്ചു വന്ന് നായ്ക്കളെ പോലെ പട്ടണത്തിനു ചുറ്റും കുരച്ചുകൊണ്ടും നടക്കും. അവരുടെ വായിലെ സംസാരം അവരുടെ അധരങ്ങളിൽ ഇരുവായ് തലയുള്ള വാളാകുന്നു. കേൾപ്പാൻ ആരുണ്ട് എന്നവർ പറയുന്നു. കർത്താവേ, നീ അവരെ കുറിച്ച് ചിരിക്കും, സകല പുറജാതികളെയും പരിഹസിക്കും. ദൈവമേ, നീ എൻ്റെ സങ്കേത സ്ഥലമാകൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കും. ദൈവമേ, നിന്റെ കൃപ എനിക്ക് മുമ്പായി പോകണമേ. ദൈവമേ, എൻ്റെ ശത്രുക്കളെ കാണിക്കണമേ. എൻ്റെ ജനം മറക്കാതിരിക്കേണ്ടുന്നതിന് അവരെ കൊല്ലരുതേ. എന്നാലോ എൻ്റെ ശരണമായ കർത്താവേ, നിന്റെ ശക്തിയാൽ അവരെ ഇളക്കി ഭ്രമിപ്പിക്കണമേ. അവരുടെ വായിലെ പാപം അവരുടെ അധരങ്ങൾ സംസാരിച്ചു. അവർ ശാപവും വ്യാജവും അറിയിക്കൊണ്ട് അവരുടെ അഹങ്കാരത്തിൽ അവർ അകപ്പെടട്ടെ. ദൈവമേ, അവർ കണ്ടെത്തപ്പെടാതെ വണ്ണം നിന്റെ കോപത്താൽ അവരെ നശിപ്പിക്കണമേ. അവരെ നശിപ്പിക്കണമേ. യാക്കോബിന്മേലും ഭൂമിയുടെ അതിർത്തികളിന്മേലും ദൈവം അധികാരിയാകുന്നുവെന്ന് അവർ അറിയട്ടെ. അവർ സന്ധ്യാസമയത്ത് തിരിച്ചു വന്ന നായ്ക്കളെ പോലെ പട്ടണത്തിനു ചുറ്റും കുരച്ചുകൊണ്ട് നടക്കും. ഞാൻ നിന്റെ ശക്തിയെ സ്തുതിക്കും, പ്രഭാതത്തിൽ നിന്റെ കൃപയെയും സ്തുതിക്കും. എന്തെന്നാൽ ആപത്ത് നാളിൽ നീ എനിക്ക് സങ്കേത സ്ഥലവും രക്ഷകനുമായി തീർന്നു. ദൈവമേ, ഞാൻ നിനക്ക് പാടും. എന്തെന്നാൽ എൻ്റെ അഭയസ്ഥാനത്തിൻ ദൈവവും എൻ്റെ കൃപയിൻ ദൈവവും നീയാകുന്നുവല്ലോ. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോ.